ഹലോ ഡിയേഴ്സ്, എക്സാം സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കോൺകാവിറ്റി ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ കോൺകാവിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ് കേട്ടോ. ഫസ്റ്റ് മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഈ കോൺകാവിറ്റി ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ കോൺകാവിറ്റി എന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഓക്കെ, ടെലിഗ്രാം ചാനൽ ചെയ്യാം താല്പര്യമുള്ള കുട്ടികൾക്ക് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം. കോൺകാവിറ്റി ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ കോൺകാവിറ്റി, ഇതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ടോപ്പിക് കേട്ടോ. അപ്പോൾ എന്താണ് കോൺകാവിറ്റി നമുക്ക് പഠിക്കാം. അപ്പോൾ കോൺകാവിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നോക്കിക്കേ, അപ്പോൾ മിസ് ഇവിടെ ഒരു കർവ് വരയ്ക്കുവാണേ. ഇതാണ് ഒരു കർവ്. ലെറ്റ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു കർവ് എന്നിരിക്കട്ടെ ഇത്. അപ്പം എന്താണ് കോൺകാവിറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നത്? കോൺകാവിറ്റി ഡിസ്ക്രൈബ്സ് എ ഫംഗ്ഷൻ കർവ് ഷേപ്പ്. ഒന്ന്, കോൺകാവിറ്റി ഡിസ്ക്രൈബ്സ് എ ഫംഗ്ഷൻ കർവ് ഷേപ്പ്. ഒരു കർവിൻ്റെ ഷേപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നു, ഡിസ്ക്രൈബ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ, ഇറ്റ് റിലേറ്റ്സ് ടു ഇറ്റ്സ് ഡെറിവേറ്റീവ് റേറ്റ് ഓഫ് ചേഞ്ച്. അതായത് ഇറ്റ് relates to its derivative rate of change. ഓക്കെ, അപ്പം എന്താണ് കോൺകാവിറ്റി? കോൺകാവിറ്റി ഡിസ്ക്രൈബ്സ് എ ഫംഗ്ഷൻ കർവ്. ഒരു ഫംഗ്ഷൻ്റെ കർവിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് റിലേറ്റ്സ് ടു ഇറ്റ്സ് ഡെറിവേറ്റീവ് റേറ്റ് ഓഫ് ചേഞ്ച്. അതായത് ഡെറിവേറ്റീവ് മീൻസ് ടാൻജന്റ് ലൈൻ നമ്മൾ എടുക്കത്തില്ല, അതിൻ്റെ ചേഞ്ച്, അതിലുണ്ടാവുന്ന ഒരു മാറ്റം, അതിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്ത് കോൺകാവിറ്റി എന്ന് പറയുന്നത്. കുറച്ചുകൂടെ ഡീപ്പായിട്ട് പറഞ്ഞുതരാം. നോക്കിക്കേ മിസ്, ഇവിടെ ഈ ഒരു പോയിന്റിൽ ഒരു ടാൻജന്റ് ലൈൻ വരച്ചു. ഓക്കെ, അതുപോലെ ഈ ഒരു പോയിന്റിലും എന്ത് ചെയ്തു, ഒരു ടാൻജന്റ് ലൈൻ വരച്ചു എന്നിരിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു ടാൻജന്റ് ലൈനിൽ നമ്മൾ എടുക്കുമ്പോൾ ഈ ടാൻജന്റ് ലൈനിൻ്റെ ഡൗൺ ആണ് എന്ത് കിടക്കുന്നത്, കർവ് കിടക്കുന്നത് ആണല്ലോ. ഈ ടാൻജന്റ് ലൈനിൻ്റെ ഡൗണിലാണ് എന്ത് നമ്മുടെ കർവ് കിടക്കുന്നത്, അല്ലെങ്കിൽ ബാക്കിയുള്ള പോയിന്റ്സ് എല്ലാം എവിടെയാണ് കിടക്കുന്നത്, കർവിലെ പോയിന്റ്സ് എല്ലാം കിടക്കുന്നത് ഈ ടാൻജന്റ് ലൈനിൻ്റെ ഡൗണിലാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്തെന്ന് പറയാം, കോൺകേവ് ഡൗൺ എന്ന് പറയാം. ഓക്കെ, എന്തെന്ന് പറയാം, കോൺകേവ് ഡൗൺ. നിങ്ങൾ ഫിസിക്സിനകത്ത് പഠിച്ചിട്ടുണ്ടോ അല്ലേ? കോൺകേവ് ആൻഡ് കോൺവെക്സ് ലെൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കോൺകേവ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിലൊരു കേവ് ഓർമ്മ ഉണ്ടായിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ കോൺകേവ് ഡൗൺ ഉണ്ട്, കോൺകേവ് അപ്പ് ഉണ്ട്. കോൺകേവ് ഡൗൺ എന്ന് പറയുമ്പോൾ ഒരു കർവ് കോൺകേവ് ഡൗൺ ആണെന്ന് പറയുന്നത് എപ്പോഴാണ്, നമ്മളൊരു ടാൻജന്റ് ലൈൻ വരച്ചു, ആ ഒരു കർവിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ടാൻജന്റ് ലൈൻ വരച്ചു, എന്നിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ്, കർവ് ഒബ്സർവ് ചെയ്യുകയാണ്, ബാക്കിയുള്ള പോയിന്റ്സുകളെല്ലാം ആ ഒരു ടാൻജന്റ് ലൈനിന് ബിലോ ആണോ നമ്മൾ നോക്കുകയാണ്. ബിലോ ആണല്ലേ, അപ്പോൾ ഈ ടാൻജന്റ് ലൈൻ ഇവിടെ മുകളിലാണ് കിടക്കുന്നത്, ബാക്കി പോയിന്റ്സ് എല്ലാം കണ്ടോ, അതിന് താഴെ ആയിട്ടാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം, ഇതിനെ കോൺകേവ് ഡൗൺ എന്ന് പറയാം. അതേസമയം നിങ്ങൾ ഈ ഒരു ടാൻജന്റ് ലൈൻ നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു ടാൻജന്റ് ലൈൻ നോക്കുമ്പോൾ ഈ ടാൻജന്റ് ലൈനിന് മുകളിലായിട്ടാണ് കർവ് കിടക്കുന്നത് ആണല്ലോ. മുകളിലല്ലേ ഈ കർവ് പ്ലോട്ട് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ടാൻജന്റ് ലൈനിൻ്റെ മുകളിലാണ് കർവിൻ്റെ ഓരോ പോയിന്റ്സ് വന്നേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം, കോൺകേവ് അപ്പ് എന്ന് പറയാം. എന്തെന്ന് പറയാം, കോൺകേവ് അപ്പ് എന്ന് പറയാം. ഏത് പോർഷൻ, ഈ ഒരു പോർഷനിൽ കോൺകേവ് അപ്പ്. ഇതിന് ഇടയ്ക്കൊരു പോയിന്റ് ഉണ്ട്. ഇടയ്ക്കൊരു പോയിന്റ് എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, കോൺകേവ് ഡൗണിലോട്ട് വരുന്നു, പിന്നെ ഡൗണിൽ നിന്ന് അപ്പിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതായത് കോൺകേവ് ഡൗൺ ടു കോൺകേവ് അപ്പിലോട്ട് പോകുന്ന ആ ഒരു ചേഞ്ച് സംഭവിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ പോയിന്റിനെയാണ് നമ്മൾ പറയുന്നത് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയും. എന്തെന്ന് പറയും, പോയിന്റ് ഓഫ്, ഒരു പോയിന്റിന് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്തെന്നാ പറയുന്ന, പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ എന്താണ് കോൺകേവിറ്റി എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ കോൺകേവിറ്റി ഡിസ്ക്രൈബ്സ് എ ഫംഗ്ഷൻ കർവ് ഷേപ്പ് ആൻഡ് റിലേറ്റ്സ് ടു ഇറ്റ്സ് ഡെറിവേറ്റീവ് റേറ്റ് ഓഫ് ചേഞ്ച്. ക്ലിയർ? ഓക്കെ, ഇനി കുറച്ച് തിയറി ഇവിടെ പഠിക്കാനുണ്ട്. പാട്ടിലെങ്ങാണ്ട് നിങ്ങൾക്ക് തിയറി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നോക്കിക്കേ, ഇങ്ങനെയാണ് ദ ഗ്രാഫ്. ഒരു കർവിൻ്റെ ഗ്രാഫ് വരച്ചു. എന്തിൻ്റെ, ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരച്ചു. The graph of a differentiable
ഫങ്ഷൻ, ഗ്രാഫ് ഓഫ് എ ഡിഫറൻഷ്യബിൾ ഫങ്ഷൻ, നമ്മുടെ ഫങ്ഷൻ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്, ഈസ് കണ്ടീഷൻ നമ്പർ 1. ഒന്നാമത്തത് കോൺകേവ് അപ്പ്. എന്താ പറയുന്നത്? കോൺകേവ് അപ്പ് ഓൺ ആൻ ഓപ്പൺ interval, ഒരു particular interval നമ്മൾ എടുത്തു, on an open interval I, comma, if f dash means derivative of f with respect to x എന്നിരിക്കട്ടെ, f dash is increasing on I. അപ്പോൾ അതായത് കോൺകേവ് അപ്പ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ കോൺകേവ് അപ്പാണ്, ഒരു കർവ് കോൺകേവ് അപ്പ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ എന്ത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക? അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് നോക്കുക, എഫ് ഡാഷ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അത് എന്ത് ചെയ്യണം? ആ ഇൻ്റർവെല്ലിൽ അത് ഇൻക്രീസ് ചെയ്യുകയാണോ നോക്കുക. ഇൻക്രീസ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ കോൺകേവ് അപ്പ്. ഓക്കെ. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് കോൺകേവ് ഡൗൺ. കോൺകേവ് ഡൗൺ ഓൺ ആൻ ഓപ്പൺ ഇൻ്റർവെൽ, open interval I, if f dash is decreasing on I. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന ഇൻ്റർവെല്ലിലെ എഫ് ഡാഷിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കുറഞ്ഞു വരികയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഇസ് കോൺകേവ് ഡൗൺ. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. എക്സാമിന് ചോദിക്കാം, എ പാർട്ടിൽ നിങ്ങൾക്ക് ചോദിക്കാം എന്താണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് 3 മാർക്സിന് ചോദിക്കാം കേട്ടോ. അപ്പോൾ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ എ പോയിന്റ്, അതൊരു പോയിന്റ് ആണ് ഓൺ ദ കർവ്, കർവിലുള്ളൊരു പോയിന്റ്. ഇപ്പോൾ സി കോമ എഫ് ഓഫ് സി, എക്സ് കോർഡിനേറ്റ് സി എന്നും വൈ കോർഡിനേറ്റിന് എഫ് ഓഫ് സി എന്നും എടുത്തു. എഫ് ഓഫ് സി where the graph of a function, has a tangent line and where the concavity changes, is a point of inflection. അതായത് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് ആണ്, കർവിലുള്ള ഒരു പോയിന്റ് ആണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? എ പോയിന്റ് where the graph of a function has a tangent line. ഫംഗ്ഷൻ ഒരു ടാൻജന്റ് ലൈൻ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് where the concavity changes, അപ്പോൾ ഏത് പോയിന്റിൽ വെച്ചിട്ടാണോ കോൺകാവിറ്റി ചേഞ്ച് ആകുന്നത്, മേ ബി കോൺകേവ് അപ്പ് ആയിരുന്നതായിരിക്കാം, പെട്ടെന്ന് അത് ഡൗണിലോട്ട് പോകുന്നു. ഓക്കെ, അതായത് നമ്മളിങ്ങനെ ഒരു കർവ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആണ്. മനസ്സിലായോ? ഈ ഒരു പോയിന്റ്, അതായത് ഇവിടെ നിന്ന് പറയുമ്പോഴത്തേക്കും കോൺകേവ് ഡൗൺ, നമ്മൾ ടാൻജന്റ് ലൈൻ ഇവിടെ വരയ്ക്കുമ്പോൾ ഇത് കോൺകേവ് ഡൗൺ, ഇവിടെ ഒരു ടാൻജന്റ് ലൈൻ വരയ്ക്കുമ്പോൾ കോൺകേവ് അപ്പ്. അപ്പോൾ അതിനിടയ്ക്ക്, അതായത് ഒരു സ്വിച്ചിങ് നടക്കുന്ന ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആണ്. ക്ലിയർ? പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആണ്. നോക്കിക്കേ, ഇങ്ങനൊരു പ്ലോട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, ഈ ഒരു പോയിന്റ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ആ ഒറിജിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആണ്. കാരണം ഈ ഇത്രയും റീജിയൻ ഉണ്ടല്ലോ, ഇതെന്ന് പറയുന്നത് കോൺകേവ് ഡൗണും ഈ റീജിയൻ എന്ന് പറയുന്നത് കോൺകേവ് അപ്പാണ്. അപ്പോൾ ആ ഒരു സ്വിച്ചിങ് നടക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് എവിടെയാ? അറ്റ് ദ ഒറിജിൻ ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് 0 എന്ന് പറയുന്നത് എന്താണ്? പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയാം. അപ്പോൾ നമുക്ക് എങ്ങനെ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ കണ്ടെത്താം? അതിന് വി ഹാവ് എ കണ്ടീഷൻ. നമുക്ക് എപ്പോഴും ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കണ്ടെത്താനായിട്ട് പറ്റിയെന്ന് വരത്തില്ല, എക്സാമിന് നമുക്ക് വേഗത്തിൽ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിന് നമുക്ക് കണ്ടീഷനുണ്ട്. ഓക്കെ, അപ്പോൾ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ സി കോമ എഫ് ഓഫ് സി, ഒരു പോയിന്റ് എടുത്തേക്കുവാണ് സി കോമ എഫ് ഓഫ് സിയിൽ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആകണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ സി കോമ എഫ് ഓഫ് സി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് പി ഓഫ് സി കോമ എഫ് ഓഫ് സി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കർവ് പ്ലോട്ട് ചെയ്യത്തില്ലേ, എന്നിട്ട് എന്തെടുക്കും? ഡെറിവേറ്റീവ് എടുക്കും. ഡെറിവേറ്റീവ് അല്ല, ഇവിടെ നമ്മൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എടുക്കാം. എന്നിട്ട് ആ ഡെറിവേറ്റീവിൽ എക്സ് കോർഡിനേറ്റ് എന്ത് കൊടുക്കുക? ഈ ഒരു സി എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് 0 കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? അതൊരു പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആണെന്ന് പറയാം.
ഒരു കണ്ടീഷൻ ഇതാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഡബിൾ ഡാഷ് ഓഫ് സി എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നില്ല, ഒരു വാല്യൂ കിട്ടുന്നില്ല. അതായത് ഫെയിൽസ് ടു എക്സിസ്റ്റ്, അതായത് അവിടെ ഒക്കർ ചെയ്യാൻ പറ്റുന്നില്ല, ഫെയിൽ ആകുകയാണെന്നുണ്ടെങ്കിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് ഫെയിൽസ് ടു എക്സിസ്റ്റ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് പറയാം, ആ പർട്ടിക്കുലർ പോയിന്റ് പി ഓഫ് സി കോമ എഫ് ഓഫ് സി എന്ന് പറയുന്നത് എന്തെന്ന് പറയാം, പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയാം. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ കണ്ടെത്താനായിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ്, അതിൻ്റെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഉറപ്പായിട്ടും പറയാം, ആ പർട്ടിക്കുലർ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയാം. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി നമുക്കിനി പഠിക്കാനുള്ളത് നമ്മുടെ ടോപ്പിക്കിനകത്ത് പഠിച്ചതുപോലെ തന്നെ ദ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ കോൺകാവിറ്റി. അപ്പോൾ എക്സാമിന് ഇൻഫ്ലക്ഷനും പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷനും സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ കോൺകാവിറ്റിയും ഇതെല്ലാം ഒരുമിച്ചായിരിക്കും ചിലപ്പോൾ ചോദിക്കുക. നമുക്ക് അതുകൂടെ ഒന്ന് പഠിച്ചു വെക്കാം. ദ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ കോൺകാവിറ്റി. ഓക്കെ, എന്താണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ കോൺകാവിറ്റി എന്ന് പറയുന്നത്? നോക്കിക്കേ, ലെറ്റ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ബി ട്വൈസ് ഡിഫറൻഷ്യബിൾ. ഓക്കെ, അതായത് നമ്മൾ എഫ് ഡാഷ് എടുക്കുന്നു, വീണ്ടും ഒന്നുകൂടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എഫ് ഡബിൾ ഡാഷ് കിട്ടും. അതായത് ട്വൈസ് ഡിഫറൻഷ്യബിൾ ഓൺ ആൻ ഇൻ്റർവൽ, ഇൻ്റർവൽ ആയി ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ എടുക്കുകയാണ്, അതായത് ട്വൈസ് ഡിഫറൻഷ്യബിൾ ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ, എഫ് ഡബിൾ ഡാഷ്, അതായത് നമ്മൾ എടുത്തേക്കുന്ന സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എഫ് ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ, 0-നേക്കാളും മുകളിൽ, മീൻസ് പോസിറ്റീവ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ, എവിടെ, ഓൺ ദാറ്റ് ഇൻ്റർവൽ ഐ, നമുക്ക് എന്ത് പറയാം, ദ ഗ്രാഫ് ഓഫ് എഫ് ഓവർ ഐ ഈസ് കോൺകേവ് അപ്പ് എന്ന് പറയാം. എന്ത് പറയാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, കോൺകേവ് അപ്പ്, ആ ഗ്രാഫ് എന്ന് പറയുന്നത് കോൺകേവ് അപ്പ് ആണെന്ന് പറയാം, ഓൺ ദാറ്റ് പെർട്ടിക്കുലർ ഇൻ്റർവൽ ഐ. കണ്ടീഷൻ എന്താ, എഫ് ഡബിൾ ഡാഷ് നമ്മൾ എടുക്കുന്നു, ദെൻ ആ കാൽക്കുലേറ്റ് ചെയ്യുന്ന എഫ് ഡബിൾ ഡാഷിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ, ഓൺ ദാറ്റ് ഇൻ്റർവൽ, നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ഇൻ്റർവെല്ലിൽ പോസിറ്റീവ് ആണ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ആ തന്നിരിക്കുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് കോൺകേവ് അപ്പിലാന്ന് പറയാം. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇഫ് എഫ് ഡബിൾ ഡാഷ്, നമ്മൾ എഫ് ഡബിൾ ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, എഫ് ഡബിൾ ഡാഷ് ഈസ് ലെസ് ദാൻ 0 ഓൺ ഐ, എഫ് ഡബിൾ ഡാഷിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ് ഓൺ ദ ഇൻ്റർവൽ ഐയിൽ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദ ഗ്രാഫ് ഓഫ് എഫ് ഓവർ ഐ ഈസ് കോൺകേവ് ഡൗൺ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എന്തെന്ന് പറയാം, കോൺകേവ് ഡൗൺ, ആ പർട്ടിക്കുലർ ഗ്രാഫ് ഓൺ ദ ഇൻ്റർവൽ ഐ എന്ന് പറയുന്നത് കോൺകേവ് ഡൗൺ എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ കോൺകേവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ലെറ്റ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ബി ട്വൈസ് ഡിഫറൻഷ്യബിൾ ഓൺ എൻ ഇൻ്റർവൽ ഐ, എഫ് ഡബിൾ ഡാഷ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ കോൺകേവ് അപ്പ്, എഫ് ഡബിൾ ഡാഷ് ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ കോൺകേവ് ഡൗൺ എന്ന് പറയും. ഇതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ കോൺകാവിറ്റി എന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താണ് കോൺകാവിറ്റി എന്നുള്ളത് നമ്മൾ പഠിച്ചു, പിന്നെ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്താണെന്നുള്ളതും പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലംസിലോട്ട് പോകാം. നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഐഡന്റിഫൈ ദ ഇൻഫ്ലക്ഷൻ പോയിന്റ്സ് ആൻഡ് ഇൻ്റർവെൽസ് ഓൺ വിച്ച് ദ ഫംഗ്ഷൻ ആർ കോൺകേവ് അപ്പ് ആൻഡ് കോൺകേവ് ഡൗൺ. അതായത് ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലക്ഷൻ പോയിന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് കോൺകേവ് അപ്പ് ആകുന്നതും കോൺകേവ് ഡൗൺ ആകുന്നതും, ഈ ഒരു ഗ്രാഫ് കോൺകേവ് അപ്പും കോൺകേവ് ഡൗണും ആകുന്ന ആ ഒരു ഇൻ്റർവെൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താ, y ഈക്വൽ ടു ഗിവൺ y ഈക്വൽ ടു എന്താ, x³/3 മൈനസ് x²/2 മൈനസ് 2x + 1/3. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ കർവ് എന്ന് പറയുന്നത്. അതിൻ്റെ ഗ്രാഫ് കൂടെ നമുക്ക് പ്ലോട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചോദിച്ചേക്കുന്നത്, ഇൻഫ്ലക്ഷൻ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇൻഫ്ലക്ഷൻ പോയിന്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്, y നമുക്ക് തന്നിട്ടുണ്ട്, y ഡബിൾ ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, അത് 0ക്ക് ഇക്വേറ്റ് ചെയ്യുന്നു, ഇക്വേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന എക്സിൻ്റെ പോയിന്റ്സ് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻഫ്ലക്ഷൻ പോയിന്റ്സ് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ y ഡബിൾ ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യുവാണ്. നമുക്ക് ഇത് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. സോ ഡിഫറൻഷിയേറ്റ് 1 വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്തേ. അപ്പോൾ y ഡാഷ് നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും. y ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, x³/3. x³ ഡെറിവേറ്റീവ് എന്താ, 3 × x².
ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു 3 ഉണ്ട്, ഡിവൈഡഡ് ബൈ 3 ഉണ്ട്, അതുകൊണ്ട് അതുപോലെ ഇട്ടു. മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു 2 ഉണ്ട്, സോ 2 അതുപോലെ ഇട്ടു. മൈനസ് 2xൻ്റെ ഡെറിവേറ്റീവ് 2 ആണ്, പ്ലസ് 1/3ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്, ആണല്ലോ. 3 ക്യാൻസൽ, 2 ക്യാൻസൽ, ബാക്കി നമുക്ക് എന്ത് കിട്ടും? y ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 2 ആണല്ലോ. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 2. ക്ലിയർ? ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് വേണ്ടത് y ഡബിൾ ഡാഷ് ആണ്. y ഡബിൾ ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യും. Now we have y double dash is equal to തന്നിരിക്കുന്ന ഈ ഇക്വേഷൻ ഒന്നുകൂടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അന്നേരം എന്ത് കിട്ടും? 2x മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, സോ -1, -2ൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ y ഡബിൾ ഡാഷ് നമുക്ക് എന്ത് കിട്ടി? 2x മൈനസ് 1 എന്ന് കിട്ടിയല്ലോ. ദെൻ ഇൻഫ്ലക്ഷൻ പോയിന്റ് കണ്ടെത്താൻ എന്ത് ചെയ്യണം? നമ്മുടെ കണ്ടീഷൻ എന്താ? y ഡബിൾ ഡാഷിന് 0ക്ക് ഇക്വേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. സോ 2x minus 1 equal to 0 implies 2x is equal to 1. അവിടെ നിന്ന് x is equal to എന്തെന്ന് എഴുതാം? 1/2. അപ്പോൾ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ നമുക്ക് കിട്ടിയ എന്താണ്? 1/2. അപ്പോൾ ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? 1/2 എന്ന് പറയും കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ടുണ്ട്. ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്താണ്? 1/2 ആണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമുക്കിനി കോൺകേവ് ഡൗൺ ആകുകയും കർവ് കോൺകേവ് ഡൗൺ ആകുന്നതും കോൺകേവ് അപ്പ് ആകുന്നതും ആയിട്ടുള്ള ഒരു ഇൻ്റർവെല്ല് കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ കിട്ടിയേക്കുന്ന ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താ? 1/2 ആണ് അല്ലേ. അപ്പോൾ ഈ 1/2ൻ്റെ റൈറ്റിൽ ഒരു പോയിന്റ് എടുക്കുക, നിങ്ങൾ ലെഫ്റ്റിലൊരു പോയിന്റ് എടുക്കുക. കാരണം നമുക്ക് ഇൻ്റർവെൽ നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് 1/2ൻ്റെ റൈറ്റിൽ ഒരു പോയിന്റ് ഞാൻ ചൂസ് ചെയ്തു. ലെറ്റ് ഇറ്റ് ബി 1 എന്ന് പറഞ്ഞ പോയിന്റ് ചൂസ് ചെയ്തേ. 1/2ൻ്റെ ലെഫ്റ്റിലൊരു പോയിന്റ് ചൂസ് ചെയ്തു, 0. വെറുതെ ചൂസ് ചെയ്തതാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോയിന്റ്സ് ചൂസ് ചെയ്യാം. റൈറ്റിൽ ഒരു പോയിന്റ്, ലെഫ്റ്റിൽ ഒരു പോയിന്റ്. ഓക്കെ, ഇപ്പോൾ ഹാഫ് പ്ലസ് ഹാഫ് 1, ഇവിടെ ഹാഫ് മൈനസ് ഹാഫ് എടുത്തപ്പോൾ ഇവിടെ 0 ആയിട്ട് എന്നൊരു പോയിന്റ്. അങ്ങനെ 2 പോയിന്റ്സ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എടുത്തു. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്? 2x മൈനസ് 1 ആണല്ലോ. ഇനി ഞാൻ ഈ പോയിന്റ് എടുക്കുകയാണ്, ലെഫ്റ്റിലുള്ള പോയിന്റ് ചൂസ് ചെയ്യണം. അതായത് നമ്മുടെ ഇൻഫ്ലക്ഷൻ പോയിന്റ് ആണ് ഈ 1/2, അതിൻ്റെ ലെഫ്റ്റിലുള്ള പോയിന്റ് ചൂസ് ചെയ്തു. എന്നിട്ട് അവിടുത്തെ സെക്കൻഡ് ഡെറിവേറ്റീവ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് അറ്റ് ദ പോയിന്റ് x is equal to 0. That is equal to 2x minus 1 അല്ലേ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ്. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 ചെയ്യുമ്പോൾ എക്സിന് 0 എടുക്കുമ്പോൾ 0 മൈനസ് 1. അപ്പോൾ എന്ത് കിട്ടി? -1 ആണ് അല്ലേ. അതായത് എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് -1 വിച്ച് ഇസ് ലെസ് ദാൻ 0. അപ്പോൾ ലെസ് ദാൻ 0 ആണ്. അപ്പോൾ എന്താണ് നമ്മൾ പഠിച്ചു? സെക്കൻഡ് ഡെറിവേറ്റീവ് അറ്റ് ദ പർട്ടിക്കുലർ പോയിന്റ് ലെസ് ദാൻ 0 മീൻസ് നെഗറ്റീവ് വരാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കർവ്? കോൺകേവ് ഡൗൺ ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും കർവ്? കോൺകേവ് ഡൗൺ ആയിരിക്കും. അതായത് നമ്മൾ എന്താ എടുത്തത്? ദ പോയിന്റ് 0യിൽ എന്താണ്? കോൺകേവ് ഡൗൺ. അതായത് ഈ 1/2 എന്ന് പറയുന്നത് ഇൻഫ്ലക്ഷൻ പോയിന്റ്. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റിൽ ഒരു പോയിന്റ് ചൂസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കോൺകേവ് ഡൗൺ എന്നാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അല്ലേ. ലെഫ്റ്റിൽ അപ്പോൾ ഏത് പോയിന്റ്സ് ചൂസ് ചെയ്താലും നമുക്ക് കോൺകേവ് ഡൗൺ എന്നായിരിക്കും കിട്ടിയത്. നെഗറ്റീവ് സൈഡിലോട്ടാണ് പോകുന്നത് അല്ലേ. ഇപ്പോൾ 0 അടുത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ -1 ഇങ്ങനെ ആയിരിക്കും പോവുക. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 എടുത്തപ്പോഴത്തേക്ക് നമുക്ക് എന്താ വാല്യൂ എന്താ കിട്ടിയത്? നെഗറ്റീവാണ് കിട്ടിയത്. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്കൊരു എക്സാമ്പിളായിട്ട് വേറൊരു പോയിന്റ് വേണമെങ്കിൽ ചൂസ് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ -1 എടുത്തു കേട്ടോ. അപ്പോൾ എക്സിന് -1 ചൂസ് ചെയ്തിട്ട് എഫ് ഡബിൾ ഡാഷ് ഓഫ് 1 നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. എഫ് ഡബിൾ ഡാഷ് ഓഫ് 1 അല്ല -1 വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 2 -1 കാരണം 2x - 1 ആണല്ലോ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ്. അപ്പോൾ അവിടെ എക്സിന് -1 കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്തിട്ട് 2 × -1 -2 -1 -3 അതും ലെസ് ദാൻ 0 ആണ്. അതായത് ഈ 1/2ൻ്റെ ലെഫ്റ്റിൽ നമ്മൾ ഏത് പോയിന്റ്സ് എടുത്തിരുന്നാലും ഈ എടുക്കുന്ന വാല്യൂ, അതായത് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂ എപ്പോഴും ലെസ് ദാൻ 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാം? കോൺകേവ് ഡൗൺ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ആ ഇൻ്റർവെൽ അല്ലേ വേണ്ടത്. അപ്പോൾ കോൺകേവ് ഡൗൺ ആകുന്ന ഇൻ്റർവെൽ, ഓപ്പൺ ഇൻ്റർവെൽ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് ലെഫ്റ്റിലോട്ട് പോകുമ്പോഴത്തേക്കും
മൈനസ് ഇൻഫിനിറ്റി, മാക്സിമം മൈനസ് ഇൻഫിനിറ്റി ടു അപ് ടു ഏത് വരെ 1/2 വരെ. ഓപ്പൺ ഇൻ്റർവെൽ ആണ്, 1/2 ആകുന്നില്ല, 1/2 തൊട്ട് മുന്നേ വരെയുള്ള പോയിന്റ്സ് വരെ. അപ്പോൾ കോൺകേവ് ഡൗൺ ആകുന്നത് എപ്പോഴാണ്? വെൻ എക്സിൻ്റെ ആ ഒരു ഇൻ്റർവെൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, മൈനസ് ഇൻഫിനിറ്റി കോമ 1/2 വരെയുള്ള എക്സിൻ്റെ വാല്യൂസിൽ എക്സിന് ഏത് വാല്യൂസ് കൊടുത്താലും കർവ് വിൽ ബി കോൺകേവ് ഡൗൺ ആയിരിക്കും. ഇതുപോലെ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? കോൺകേവ് അപ്പ് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത കൂട്ട് തന്നെ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് 2x - 1 നമുക്കറിയാം. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താ? 2x - 1. ഇനി ഞാൻ 1/2, അതായത് നമ്മുടെ ഇൻഫ്ലക്ഷൻ പോയിന്റ് ആയിട്ടുള്ള 1/2ൻ്റെ റൈറ്റിലുള്ളൊരു പോയിന്റ് ചൂസ് ചെയ്യാണ്. അപ്പോൾ റൈറ്റിലെ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ 1 ആണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് 1 എടുക്കുമ്പോൾ എന്ത് കിട്ടും? 2 × 1 - 1, ദാറ്റ് ഈസ് 2 - 1 1 1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണല്ലോ. ഇനി വേറൊരു പോയിന്റ് എടുത്തേ, 2 എടുക്കുമ്പോൾ 2 × 2 4 4 - 1 ദാറ്റ് ഈസ് 3 ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ അതായത് 1/2ൻ്റെ റൈറ്റിൽ ഏതൊരു പോയിന്റ് എടുത്താലും നമുക്ക് എന്ത് തന്നെ കിട്ടും? പോസിറ്റീവ് വാല്യൂ തന്നെ കിട്ടും. അതുകൊണ്ട് നമുക്ക് ഇതെന്ന് പറയാം കോൺകേവ് അപ്പ് എന്ന് പറയാം. ഗ്രാഫ് ഈസ് കോൺകേവ് അപ്പ് എന്ന് പറയാം. എപ്പോഴാ? ഏത് ഇൻ്റർവെല്ലിലാണ്? ഓപ്പൺ ഇൻ്റർവെൽ എക്സിൻ്റെ വാല്യൂ 1/2 മുതൽ ഇങ്ങോട്ടേക്ക്. നമ്മളിപ്പോൾ ഗ്രാഫ് നോക്കുമ്പോൾ ഇതേ കണ്ടില്ലേ? അതായത് ഇങ്ങോട്ടേക്ക് 1/2 റൈറ്റിലോട്ട് നമ്മൾ ഏതൊരു പോയിന്റ് എടുത്തിരുന്നാലും നമുക്ക് ഗ്രാഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺകേവ് അപ്പ് തന്നെ ആയിരിക്കും കിട്ടുക കേട്ടോ. കോൺകേവ് അപ്പ് തന്നെ ആയിരിക്കും കിട്ടുക. അപ്പോൾ നമുക്ക് ഇൻ്റർവെൽ എഴുതുമ്പോൾ 1/2 ടു പോസിറ്റീവ് എക്സ് ആക്സിസ് അല്ലേ, ടു അപ് ടു ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ നമ്മുടെ കോൺകേവ് ഡൗൺ ആകുന്ന ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഓപ്പൺ ഇൻ്റർവെൽ -∞, 1/2. കോൺകേവ് അപ്പ് ആകുന്ന ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഓപ്പൺ ഇൻ്റർവെൽ 1/2, ∞ ആണ്. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ? ഇവിടെ ഈ ഒരു ഗ്രാഫ് നിങ്ങൾ നോക്കുകയാണെങ്കിലേ, ഇത് വേണമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്യാം. ഇത് കണ്ടോ, ഇതിപ്പോൾ 0, ഇവിടെ മേ ബി ഇവിടെ 1/2 ഇവിടെ നിന്നിരിക്കട്ടെ, ഇതായിരിക്കും 1/2. ഞാൻ എടുത്ത ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ ഇത് -1 2 ഇങ്ങനെ പോകുന്നത് കേട്ടോ. ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ബാക്കിയുള്ള പോയിന്റ്സ് നമ്മൾ ഏതൊരു പോയിന്റ് എടുത്തിരുന്നാലും ലെഫ്റ്റിൽ 1/2ൻ്റെ ലെഫ്റ്റിൽ ഏത് പോയിന്റ് എടുത്തിരുന്നാലും നമുക്ക് എന്താ? കോൺകേവ് എന്താ കിട്ടിയത്? കോൺകേവ് ഡൗണും. അതുപോലെ തന്നെ റൈറ്റിൽ നമ്മൾ ഏതൊരു പോയിന്റ് എടുത്തിരുന്നാലും 1/2ൻ്റെ റൈറ്റിൽ ഏതൊരു പോയിന്റ് എടുത്തിരുന്നാലും കോൺകേവ് അപ്പാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇതുപോലെ ഒരു കർവ് തന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. നോക്കിക്കേ, ഫൈൻഡ് ഇൻഫ്ലക്ഷൻ പോയിന്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻഫ്ലക്ഷൻ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ ഇന്റർവെൽസ് ഓൺ വിച്ച് ദ ഫംഗ്ഷൻസ് ആർ കോൺകേവ് അപ്പ് ആൻഡ് കോൺകേവ് ഡൗൺ. കോൺകേവ് അപ്പും കോൺകേവ് ഡൗണും ആകുന്ന ഇന്റർവെൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഗിവൺ ദാറ്റ് y = x⁴/4 - 2x² + 4 അല്ലേ? അപ്പോൾ തന്നിരിക്കുന്ന കർവ് നിങ്ങൾ എടുത്ത് എഴുതുക. y = എന്താ? x⁴ / 4 - 2x² + 4 ആണല്ലോ. ഇനി എന്താ ചെയ്യേണ്ടത്? ഇൻഫ്ലക്ഷൻ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? y ഡബിൾ ഡാഷ് നമുക്ക് വേണം അല്ലേ? ആണല്ലോ, y ഡബിൾ ഡാഷ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. സോ വി ഹാവ് y ഡാഷ് ഇസ് ഈക്വൽ ടു എന്താ? 4x³ / 4 2 × x² ഡെറിവേറ്റീവ് 2x, 4ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ ഈ 4ഉം 4ഉം ക്യാൻസൽ ചെയ്യാം. ബാക്കി നമുക്ക് കിട്ടുന്നത് y ഡാഷ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? x³ - 4x എന്ന് പറഞ്ഞിട്ട് കിട്ടും. നമുക്ക് വേണ്ട y ഡബിൾ ഡാഷ് ആണല്ലോ. അപ്പോൾ നമുക്ക് y ഡബിൾ ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ വി ഹാവ് y ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു എന്താ? x³ നമുക്ക് എന്താ കിട്ടിയത്? y ഡാഷ് എന്ന് പറയുന്നത് എന്താ കിട്ടിയത്? x³ - 4x. അപ്പോൾ y ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ x³ ഡെറിവേറ്റീവ് എന്താ? 3x² - 4xൻ്റെ ഡെറിവേറ്റീവ് 4. അപ്പോൾ കിട്ടി. അപ്പോൾ y ഡബിൾ ഡാഷ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് 3x² - 4 = 0. 3x² = 4, x² = 4/3, x is equal to ±√4/3 is equal to ±2/4ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 2 ആണ്, 2/√3. നമുക്ക് കിട്ടിയേക്കുന്ന രണ്ട് ഇൻഫ്ലക്ഷൻ പോയിന്റ് വരുന്നുണ്ട്. ഒന്ന്
2/√3യും രണ്ട് ഇൻഫ്ലക്ഷൻ പോയിന്റ് ഉണ്ട്. x1 ഈക്വൽ ടു പ്ലസ് 2/√3 മൈനസ് 2/√3 മൈനസ് 2/√3യും സെക്കൻഡ് പോയിന്റ് പ്ലസ് 2/√3 ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നോക്കിക്കേ, നമ്മൾ 2/√3യുടെ വാല്യൂ എടുക്കുമ്പോൾ 1 പോയിന്റ് സംതിങ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു വാല്യൂൻ്റെ 2/√3ൻ്റെ റൈറ്റിലും ലെഫ്റ്റിലും 2 പോയിന്റ്സ് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. നോക്കിക്കേ, ഇപ്പോൾ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ കർവ് കോൺകേവ് അപ്പും ഡൗണും ആകുന്ന ഇൻ്റർവെല്ലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കിക്കേ, ഇത് ഞാൻ ഒറിജിൻ 0 ആയിട്ട് എടുത്തേ. റൈറ്റിൽ 2/√3 എന്ന് പറയുമ്പോൾ 1 പോയിന്റ് സംതിങ് ആണ് വരുന്നത്. അപ്പോൾ 0യുടെ റൈറ്റിൽ ഞാൻ 2/√3 പ്ലോട്ട് ചെയ്തു. 2/√3 എടുത്തേ. ഇവിടെ മൈനസ് 2/√3 എടുത്തു. ഓക്കെ, അപ്പോൾ 1നേക്കാളും കൂടുതലാണ് നമുക്കറിയാം. സോ അതുകൊണ്ട് ഞാൻ ഈ ഒരു പോയിന്റ്, ഇതിൻ്റെ റൈറ്റ് പോയിന്റ് ഞാൻ 2 ആയിട്ട് എടുത്തു. ഈ പോയിന്റ് എന്ന് പറയുന്നത് -2 ആയിട്ട് എടുത്തു. ഓക്കെ, അങ്ങനെ നമുക്ക് പോയിന്റ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. പോയിന്റ്സ് നമ്മൾ ജസ്റ്റ് ചൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോയിന്റ് എടുക്കാം കേട്ടോ. ഇവിടെ 2 തന്നെ വരണം നിർബന്ധമില്ല. 2/√3നേക്കാളും വലിയൊരു സംഖ്യ റൈറ്റ് സൈഡിൽ എടുക്കുക. ഇവിടെയും അതുപോലെ തന്നെ -2/√3നേക്കാളും ചെറിയൊരു സംഖ്യ ലെഫ്റ്റ് സൈഡിൽ എടുക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ. ഇനി എന്താ നമുക്ക് വേണ്ടത്? കോൺകേവ് അപ്പ് ആൻഡ് കോൺകേവ് ഡൗൺ. അപ്പോൾ നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് നോക്കിക്കേ, ഫസ്റ്റ് -2/√3ൻ്റെ ലെഫ്റ്റിലെ പോയിന്റ് ആയിട്ടുള്ള -2 ഞാൻ എടുക്കുകയാണ്. അവിടെ ഞാൻ f" കാൽക്കുലേറ്റ് ചെയ്യാണ്. സോ വി ഹാവ് f" ഓഫ് x എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 3x² - 4 ആണല്ലോ. f" ഓഫ് x എന്ന് പറയുന്നത് 3x² - 4 ആണ്. ഇനി f" ഓഫ് നമുക്ക് ഈ പോയിന്റ് -2 കാൽക്കുലേറ്റ് ചെയ്യാം. -2ൽ വാല്യൂ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 3 × 2 -2ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 4 -4 ആണല്ലോ. 3 × 4 എന്ന് പറയുമ്പോൾ 12 -4 എന്ന് പറഞ്ഞാൽ 8. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, അപ്പോൾ ലെഫ്റ്റിൽ, അതായത് -2ൻ്റെ ലെഫ്റ്റിൽ ഏത് പോയിന്റ്സ് എടുത്താലും നമുക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ, അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. സോ അതുകൊണ്ട് നമുക്ക് എങ്ങനെ എടുക്കാം? ഓപ്പൺ ഇൻ്റർവെൽ -∞ ടു -2/√3. ഓപ്പൺ ഇൻ്റർവെൽ -∞ -2/√3യിൽ എന്താ കർവ് എന്ന് പറയുന്നത് കോൺകേവ് അപ്പ് എന്ന് പറഞ്ഞെടുക്കാം. കോൺകേവ് അപ്പ്. കാരണം എന്താ? f" ഓഫ് എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0യിലാണ്. ഈ ഒരു ഇൻ്റർവെല്ലിൽ ഏതൊരു പോയിന്റ് എക്സിന് ചൂസ് ചെയ്തിരുന്നാലും നമുക്ക് f" ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് വാല്യൂ കിട്ടത്തുള്ളൂ. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് നമ്മുടെ ഈ ഒരു പോയിന്റ് എടുക്കാം. 0യിൽ നോക്കാം. f" ഓഫ് 0. ഇപ്പോൾ 0യിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3 × 3x² - 4 ആണല്ലോ f" ഓഫ് എക്സ്. അപ്പോൾ f" ഓഫ് 0 ചെയ്യുമ്പോൾ എക്സിന് 0 എടുക്കുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? 3 × 0² - 4. ദാറ്റ് ഈസ് -4 ആണ്. ലെസ് ദാൻ 0 ആണ്. ആണല്ലോ. ലെസ് ദാൻ 0. ഓക്കെ, ഇനി ഈ 0 കഴിഞ്ഞിട്ട് 0ൻ്റെ റൈറ്റിലൊരു പോയിന്റ് എടുത്ത് നിങ്ങൾ നോക്കിയാൽ നമുക്ക് ലെസ് ദാൻ 0 വാല്യൂ കിട്ടത്തുള്ളൂ. അതായത് -2/√3ക്കും +2/√3ക്കും ഇടയിലുള്ളൊരു പോയിന്റ് ആണ് ആക്ച്വലി 0. ഈ ഒരു ഇൻ്റർവെല്ലിനിടയിൽ എക്സിന് ഏത് വാല്യൂ ചൂസ് ചെയ്തിരുന്നാലും നമുക്ക് ലെസ് ദാൻ 0 മീൻസ് നെഗറ്റീവ് വാല്യൂ കിട്ടത്തുള്ളൂ കേട്ടോ. സോ -2/√3 ഇൻ്റർവെൽ -2/√3, 2/√3യിൽ എന്താണ് കർവ് എന്ന് പറയുന്നത്? എന്താണ്? കോൺകേവ് ഡൗൺ ആണ്. എന്താണ്? കോൺകേവ് ഡൗൺ ആണ്. എന്തുകൊണ്ടാണ്? f" ഓഫ് എക്സിൻ്റെ വാല്യൂ എടുത്തപ്പോൾ ലെസ് ദാൻ 0 ആയിരിക്കും വരിക. അടുത്ത് നമുക്ക് എടുക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? 2/√3ൻ്റെ റൈറ്റിലുള്ള പോയിന്റ് ആണ്. അതായത് f" ഓഫ് 2 കാൽക്കുലേറ്റ് ചെയ്യണം. f" ഓഫ് 2 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3 × 2² - 4. അപ്പോൾ എന്ത് കിട്ടും? ഇറ്റ് ഈസ് ഈക്വൽ ടു 8 ആണ്. 8 ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. അതായത് റൈറ്റ് സൈഡിലുള്ള പോയിന്റ് അല്ലേ 2/√3ൻ്റെ റൈറ്റ് സൈഡിലുള്ള പോയിന്റ്. അപ്പോൾ ഇൻ്റർവെൽ എഴുതുമ്പോഴത്തേക്കും ഓപ്പൺ ഇൻ്റർവെൽ 2/√3, ∞. അതായത് 2/√3ൻ്റെ റൈറ്റിലുള്ള ഒരു പോയിന്റ് നമ്മൾ ചൂസ് ചെയ്തു.
ഇങ്ങോട്ട് ഏത് പോയിന്റ് എടുത്തിരുന്നാലും രൂപ റൂട്ട് 3ന്റെ റൈറ്റിൽ ഏത് പോയിന്റ് എടുത്തിരുന്നാലും നമുക്ക് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എടുക്കുമ്പോൾ ഗ്രേറ്റർ ദാൻ 0 ആണ് വരുന്നത്. സോ അതുകൊണ്ട് എന്താണ് കോൺകേവ് അപ്പാണ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് 3 ഇൻ്റർവെൽസ് ആണ് ആക്ച്വലി കിട്ടിയേക്കുന്നത്. ക്ലിയർ? മനസ്സിലായോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കർവ് തന്നിട്ട് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഏത് ഇൻ്റർവെല്ലിലാണ് കോൺകേവ് അപ്പ് ആൻഡ് കോൺകേവ് ഡൗൺ എന്നുള്ളത് ചോദിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് ആ കണ്ടീഷൻസ് പഠിച്ചു വെക്കുക. കോൺകാവിറ്റിയുടെ കണ്ടീഷൻസും അതുപോലെ തന്നെ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ കോൺകാവിറ്റിയുടെ ആ കണ്ടീഷൻസ് ഉണ്ടല്ലോ. എഫ് ഡബിൾ ഡാഷ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ കോൺകേവ് അപ്പ്, ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ കോൺകേവ് ഡൗൺ. ഓക്കെ, അപ്പോൾ ആ കണ്ടീഷൻസ് വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. എന്താണ് കോൺകാവിറ്റി എന്ന് പഠിച്ചു വെക്കുക. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്താണ്, അതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത് പഠിച്ചു വെക്കുക. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കുട്ടികളെ. ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് സെക്കൻഡ് മൊഡ്യൂൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. സോ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് മൊഡ്യൂളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൽ വന്ന് ചോദിക്കാവുന്നതാണ് കേട്ടോ. സോ മറ്റൊരു ക്ലാസ്സുമായിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ.